ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഇന്നത്തെ നമുക്ക് കാപ്പിക്ക് റവ ബൂരി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം ഉരുട്ടി മാവെല്ലാം നല്ല ഇതാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. ബൂരിയുടെ കണക്കിന് ഈ കടയിലുള്ള ബൂരി പോലെ ഇരിക്കും ഈ ബൂരി. ഇതെങ്ങനെ നമുക്കിടും, നമ്മളൊക്കെ ടൂർ പോകുമ്പോൾ അവിടെയൊക്കെ വെച്ചിരിക്കണം, നമുക്കറിയാമില്ലേ ആ ബൂരി എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ എന്നും പലപ്പോഴും ആലോചിക്കും ഇതെങ്ങനെയാണെന്ന്. ഇന്ന് ഞാൻ അതേപോലെ റവ മാവെടുത്ത് അതിനെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഇതെങ്ങനെ പൊരിച്ചെടുക്കാം നമുക്ക് നോക്കാം. നമുക്ക് ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ എണ്ണയിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് അതല്ല ഇങ്ങനെ കോരി ഇതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ അത് നല്ല പൊന്തി വരണം. ഇങ്ങനെ പൊന്തി വന്നത് നമ്മളിങ്ങനെ അരച്ചിട്ട് കൊടുക്കണം. അത് നല്ല ഉപ്പി വരണം. ഇത് തന്നെ ഈ ടൂർ പ്ലേസിലെല്ലാം വച്ചിരിക്കുന്ന ബൂരി ഇതാണ്. കാരണം അത് നമ്മൾ കിട്ടത്തട്ട 1 മണിക്കൂർ സമയം വെച്ചിട്ടും അത് താന്നു പോണില്ല. അല്ലെങ്കിൽ അത് നല്ല ചപ്പി അങ്ങ് പോകില്ലേ, ഇതങ്ങനെ പോണില്ല. നമുക്ക് ഇതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഞാൻ ബൂരി ചുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല ബൂരി നല്ല പൊന്തി ഇതാ കണ്ട. ഇത് പെട്ടെന്നൊന്നും ചെയ്യൂല, ഇത് ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കണം. ഇതാ കണ്ട, ഇത് നമ്മൾ ഈ കടയിൽ നമ്മൾ വാങ്ങിക്കും പോലത്തെ ബൂരി ആയിരിക്കണം. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇതിന് ഞാൻ ഇസ്റ്റു കറി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇസ്റ്റു കറി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ കടല, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഒരു തൂര മുട്ടക്കോസ്, മുക്കക്കടലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലൊഴിച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പറ്റിയ കറി ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിതേപോലെ ഒരു ദിവസം നിങ്ങളിതേപോലെ സെയിം ഞാൻ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതെങ്ങനെയാണ് എൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. നിങ്ങളിതേപോലെ ഉണ്ടാക്കിയതാ. ഇങ്ങനെ നമ്മൾ ബൂരി കണ്ടാലും ബസ് പഞ്ഞി പോലെ ഇതായിരിക്കും. ഇതെങ്ങനെ നമുക്ക് തൊട്ട് കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. നിങ്ങളിതേപോലെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ കമൻറ്റ് ചെയ്യണം.